വിഷു റിലീസുകളിൽ അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു മരണം. ടൊവിനോന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഇങ്ങനെയുള്ള ഒരു ലീഡിങ് കാസ്റ്റ് എന്നുള്ളതെല്ലാം കൂടെ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ചിലയിടത്തുള്ള ചില കോമഡീസും അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഈവൻ സുരേഷ് കൃഷ്ണ അതുപോലെ രാജേഷ് മാധവന്റെ ആ ഒരു സീരിയൽ കില്ലർ ക്യാരക്ടർ, ഇവരൊക്കെ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലയിടത്തും ആ അതുപോലെ കോമഡീസ് നല്ല രീതിയിൽ ചിരിക്കാനുള്ള വകയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ തന്നെ കാര്യമായിട്ടൊന്നും ഓഫർ ചെയ്യുന്നില്ലാത്ത ഒരു മൂവിയായിരുന്നു. കാരണം അവർ ആ ഒരു ക്യാരക്ടേഴ്സിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരെല്ലാം നേരിടുന്ന ഒരു ഇഷ്യൂ, അവരെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം, അതിൽ നിന്ന് അവരെങ്ങനെ പുറത്തു കിടക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. പക്ഷേ കുറച്ചൊക്കെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സ്റ്റോറിയിലേക്ക് കുറച്ചൊക്കെ എൻഗേജിങ് ആയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോക്കായിരുന്നു. ഈവൻ അതിലത്തെ ഒരു ബസ്സിന്റെ പോക്ക് പോലെ കാര്യമായിട്ടുള്ളതൊന്നും പറയാനില്ലാതെയുള്ള ഒരു പോക്കായിരുന്നു. ഈവൻ ചില ക്യാരക്ടേഴ്സിന്റെ ഒരു വരവും അതുപോലെ ചില ആവശ്യമില്ലാത്ത കുറെ സീനുകളും ഈ സിനിമയിൽ പിന്നീടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തി കുറച്ച് നല്ല രീതിയിൽ ആ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫുൾ ഓൺ എന്റർടൈനർ മോഡ് പടം തന്നെ കിട്ടിയേനെ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.